പാകിസ്ഥാനോട് കലിപ്പിച്ച് അഫ്ഗാൻ. അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായി തുടരുമ്പോൾ താൽക്കാലികമായി വെടിനിർത്തലിന് തയ്യാറായത് തങ്ങളുടെ ബലഹീനതയായി തെറ്റിദ്ധരിക്കരുത് എന്നാണ് പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാന്റെ മുന്നറിയിപ്പ്. ഇനിയും ക്ഷമ നശിച്ചാൽ തകർത്ത് കളയും എന്നാണ് ആഭ്യന്തരമന്ത്രി സിറാജുദ്ദീൻ ഹഖാനിയുടെ പ്രതികരണം. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, വലിയ വിമർശനം ആണ് പാകിസ്ഥാൻ ഉന്നയിച്ചത് അഫ്ഗാനിസ്ഥാന് നേരെ. അതിനിതാ കടുത്ത മറുപടി അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഈ സമാധാന കരാർ എപ്പോൾ വേണമെങ്കിലും ലംഘിക്കപ്പെടാമെന്നാണോ? അഭിലാഷ്, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സമാധാന കരാർ, വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് ഏത് നിമിഷം വേണോ അത് ലംഘിക്കപ്പെടാവുന്ന, ഏത് നിമിഷം വേണോ ഇവർ തമ്മിൽ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കടക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള സിറാജുദ്ദീൻ ഹഖാനിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഖ്വാജ ആസിഫും പരസ്പരം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പേര് പരാമർശിച്ചില്ലെങ്കിൽ പോലും അവർ ഈ അഫ്ഗാനിസ്ഥാനെ കുറ്റം പറഞ്ഞു, അതുപോലെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ കുറ്റം പറഞ്ഞും ഈ വെടിനിർത്തൽ നിലവിൽ വരുന്ന സാഹചര്യത്തിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വാക്കുകൊണ്ട് പരസ്പരം ആക്രമിക്കുന്ന രീതിയാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ എടുക്കുന്നത്. അതിൽ പ്രധാനമായും ഹഖാനി, അതായത് അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയങ്ങൾ അത് ഡ്യൂറൻ ലൈൻ കടത്തി അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുവന്നാൽ, അതായത് അവിടെ പാകിസ്ഥാനിലെ ആഭ്യന്തര വിഷയങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനെതിരെ കുതിര കയറാൻ വന്നാൽ ഒരു തരത്തിലും വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കില്ല, തിരിച്ചടിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇസ്താംബുളിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലൊരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുമ്പോഴും അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വരുന്ന പരാമർശം ഇത്തരത്തിലാണ്. ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കും. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടനയിലുള്ളത് പാകിസ്ഥാനിലെ ആൾക്കാരാണ്. അവർ അഭയാർത്ഥികളായി അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നവർ മാത്രമാണ്. എന്നാൽ ഇതിന്റെ പാകിസ്ഥാനിലെ ഈ TTP എന്ന് പറയുന്ന സംഘടനയിലെ ആളുകൾ എല്ലാം പാകിസ്ഥാനിലെ ആളുകളാണെന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാന്റെ ആരോപണം. എന്നാൽ ആ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്നതാണ് ഖ്വാജ ആസിഫിന്റെ പരാമർശങ്ങൾ വരുന്നത്. അതായത് കാബൂളിൽ നിന്നാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ പാകിസ്ഥാനിലേക്ക് നടക്കുന്നത്. പാകിസ്ഥാനിൽ TTPയുടെ ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ ഒരു തരത്തിലും നോക്കി നിൽക്കില്ല, തിരിച്ചടിക്കും, അത് ഇപ്പോൾ വെടിനിർത്തലിന്റെ സാഹചര്യത്തിലുമായാൽ പോലും എന്നുള്ളതാണ് പാകിസ്ഥാന്റെ പരാമർശം. ഇങ്ങനെ പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തി അശാന്തമായി തന്നെ തുടരുകയാണ്. അതേസമയം ഗാസയും ഇപ്പോൾ അതേ സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത്. വെടിനിർത്തൽ കരാർ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ഗാസയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി. ദക്ഷിണ ഗാസയിലെ ഖാൻ യൂനിസിൽ 10 തവണയാണ് വ്യോമാക്രമണം ഉണ്ടായത്. ഈ സാഹചര്യം സൂക്ഷ്മമായി തന്നെ അമേരിക്കയും ഖത്തറുമൊക്കെ നിരീക്ഷിക്കുന്നുമുണ്ട്. അഭിലാഷ് തന്നെ തുടരുന്നുണ്ട്. അഭിലാഷ്, അവിടെയും സമാധാനം അകലെയോ എന്ന ചോദ്യം അവശേഷിക്കുകയാണല്ലോ. അഭിലാഷ്, ഗാസയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ കഷ്ടമാണ്. അവിടെ കഴിഞ്ഞ ഒരു മൂന്നാഴ്ചയായിട്ട് വെടിനിർത്തൽ ഉണ്ടാകുന്നു, വളരെ സമാധാനമായിട്ട് പോകുന്നൊരു സാഹചര്യം വരുന്നു. പെട്ടെന്നൊരു ദിവസമാണ് ഇസ്രായേലിൻ്റെ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നാരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം തുടങ്ങി വെച്ചത്. അതിന് അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം ആ ദിവസം ശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 ദിവസമായി കനത്ത ആക്രമണമാണ് ഗാസയിൽ നടക്കുന്നത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഖാൻ യൂനിസിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നത്. ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിലെ ഒക്കുപ്പൈഡ് വെസ്റ്റ് ബാങ്കിലെ നാബ്ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേലിന്റെ സ്നൈപ്പറുകൾ കയറി പലയിടത്തും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവർക്ക് സംശയം തോന്നുന്ന എല്ലാവരെയും ഓരോരുത്തരായി വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ UN-ന്റെ അവിടത്തേക്ക് ഗാസയിലേക്ക് എത്തിക്കുന്ന സഹായങ്ങളുടെ ട്രക്കുകളുണ്ട്. അതിൽ 6000 ട്രക്കുകളെയാണ് ഇസ്രായേൽ ഗാസയുടെ അതിർത്തിയിൽ പിടിച്ചിട്ടിരിക്കുന്നത്. ഈ 6000 ട്രക്കുകളിലുള്ളിലും ഇവിടെ സഹായം ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് വേണ്ട അവശ്യ സാധനങ്ങളാണ്. പക്ഷെ അതൊന്നും കയറ്റിവിടാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. എന്നാൽ സമാധാന കരാറിൽ ഒപ്പിട്ടിരിക്കുന്നതനുസരിച്ച് ഏതൊരു ട്രക്കുകളെയും തടയില്ല. എല്ലാ ട്രക്കുകളെയും ഇവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന്, ആഹാരം തുടങ്ങിയിട്ടുള്ള എല്ലാ തുണികൾ ഇതെല്ലാം എത്തിക്കുന്ന ട്രക്കുകളെയൊന്നും തടയില്ല എന്നായിരുന്നു സമാധാന കരാറിൽ ഒപ്പുവച്ചിരുന്നത്. എന്നാൽ ആ കരാറിനെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതേ സമയം തന്നെ ഹമാസ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതലായിട്ടുള്ള ആക്രമണങ്ങളൊന്നും ഈ ചെറുത്തുനിൽപ്പായി ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
കാര്യമാണ്. അതുപോലെ ഇന്ന് ഇസ്രായേലിലെ 2 ബന്ധുക്കളുടെ മൃതശരീരം കൂടി ഹമാസ് കൈമാറിയിരിക്കുന്നു. അതുപോലെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് 30ഓളം മൃതദേഹങ്ങളാണ്, പലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് ഗാസയിൽ നിന്ന് എത്തിച്ചിരിക്കുന്നത്. അത് ഒരു സമയം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഗാസയിൽ നടക്കുമ്പോഴും സമാധാന കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഹമാസിന്റെ ഭാഗത്തു നിന്ന് ലംഘിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ അത് എത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ എത്ര മണിക്കൂറത്തേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അഭിലാഷ്, റൈറ്റ്, ഇതാണ് പ്രധാനപ്പെട്ട 2 അന്താരാഷ്ട്ര വാർത്തകളായി നമുക്ക് പങ്കുവെക്കേണ്ടത്. ഇനി